നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്നേ അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞിരുന്നെങ്കിൽ പുറത്ത് നിർത്തി ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞാനുണ്ടായിരുന്ന അച്ഛാ പുറത്ത് അമ്മയായിട്ട് സംസാരിച്ച് നിൽക്കുമായിരുന്നു. അമ്മ അകത്തേക്ക് വരാൻ തുടങ്ങുമ്പോഴാ സത്യാമ്മ വിളിച്ചത്. അപ്പൊ പിന്നെ ശാരദാമ്മ ഈ മകളിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. എന്റെ മൂത്ത മകൻ വിഷ്ണുവിന്റെ വിവാഹമാ. അതിന്റെ ക്ഷണക്കത്തടിച്ചത് വാങ്ങിക്കാൻ പോയതായിരുന്നു ഞാനും എന്റെ മോനും. അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ അവൻ വിളിച്ചിറക്കിക്കൊണ്ടിങ്ങ് പോന്നു. പിന്നെ അത് നടത്തി കൊടുക്കേണ്ട ചുമതല നമ്മുടെ മാതാപിതാക്കൾക്കാണല്ലോ. ആദ്യത്തെ കല്യാണവും പാഴായി പോയി. ഇനി ഇതെങ്കിലും മര്യാദക്കായില്ലെങ്കിൽ എന്റെ മോന്റെ ജീവിതം പോവില്ലേ? പിന്നെ വന്നു കയറുന്ന പെണ്ണുങ്ങളാ ഭർത്താവിന്റെ വീട്ടിലെ ഐശ്വര്യമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഐശ്വര്യം ഈ വീടിന് കിട്ടാൻ പോകുന്നത് ഇപ്പോഴാ. മോളിങ് വാ. ഒന്നുകൂടി പരിചയപ്പെടുത്തിയേക്കാം. ഇതാ വിഷ്ണുവിന്റെ പെണ്ണ്. ഇവരേതോ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തുകയാണെന്നൊക്കെ പറയുന്നു. പക്ഷെ അതല്ലല്ലോ, നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ അറിയിക്കണ്ടേ? അതാണ് ഇങ്ങനെയൊരു ചടങ്ങ് ആർഭാടമായിട്ട് തന്നെ നടത്താന്ന് കരുതിയത്. എന്തായാലും ശാരദാമ്മ വന്നത് നന്നായി. ആദ്യത്തെ കല്യാണം വിളി ശാരദാമ്മയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. കുടുംബസമേതം എല്ലാവരെയും കൂട്ടി തന്നെ വരണം. പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണനെ. വാങ്ങിക്ക് ശാരദാമ്മേ. സദ്യക്ക് പ്രഗത്ഭരായ ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. വന്നതുകൊണ്ട് നഷ്ടമായി എന്നൊരു ചിന്ത ഉണ്ടാവില്ല. അത്രയ്ക്ക് കേമന്മാരാ ഞാൻ ഏർപ്പാടാക്കിയ ദേഹണ്ടക്കാരൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.